ഹലോ, നമ്മൾ ഇന്നേ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കട്ടാ. വേറെ ഒന്നുമല്ല, ഒരു സ്പെഷ്യൽ ഫുഡ് നമ്മുടെ വീട്ടിൽ 2 മരുമക്കളുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അതിൽ മൂത്ത കുരുമുളകിനും രണ്ടാമത്തെ കുരുമുളകിനും ഇതറിയില്ല. അപ്പോൾ നമ്മുടെ ഒരാൾക്ക് മാത്രമേ ഈ റെസിപ്പി, ഈ സംഭവം എല്ലാം സെറ്റാക്കാൻ അറിയുള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഉമ്മ. അപ്പൊ ഉമ്മ റെഡിയല്ലേ? ക്യാമറമായിട്ട് അങ്ങോട്ട് വരട്ടെ. എല്ലാം സെറ്റല്ലേ? അല്ലേ ഉമ്മ പറഞ്ഞെന്താണെന്നറിയോ? ഇപ്പൊ വരണ്ട, മസാല ഉണ്ടാക്കിയിട്ടില്ലാന്ന്. അപ്പൊ ഉമ്മ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. അത് നമുക്ക് എന്താണ്, ഏതാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഉമ്മാർത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ നല്ല പെടേട്ടാ അപ്പുറത്ത് വന്നിട്ട്. അപ്പൊ ഓക്കെ, എന്താ സെറ്റപ്പ്? നമ്മളിന്ന് മന്തി വെക്കാൻ പോവാ. അപ്പൊ ഞാന് ഈ അതൊക്കെ മൈക്കും മൊബൈലൊക്കെ എടുത്ത് വന്നിട്ട് ഉമ്മ അതൊക്കെ പൊരിച്ച് വറുത്ത് വെച്ച്. അപ്പൊ ഇതിൽ ഉണക്ക നാരങ്ങ, പട്ട, കറിയാമ്പൂ, മറ്റേ പട്ടയുടെ പൂവ്, തോലാന്ന് എന്തോ പറയും, ആ സാധനം, കുരുമുളക്, നല്ല ജീരകം, മല്ലി, മന്തി മസാലയുടെ ഒരു എന്താ എന്താ പറയാ, ഡപ്പുണ്ട് ഇതാ, മാഗി ട്യൂബ് മന്തിയുടെ അതെല്ലാം കൂടി ഉമ്മ നല്ല പോലെ അങ്ങോട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നല്ല പോലെ ചിക്കനക്ക് മസാല കൂട്ടും. നമ്മള് മസാലപ്പൊടി മേടിക്കാറില്ല, മേടിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മള് ഇതെല്ലാം വറുത്തിട്ട് പൊടിച്ച് ഓയിൽ വെച്ചിട്ട് മസാല തിരിഞ്ഞ് വെക്കും. അതിനാണ് എനിക്ക് മസാല മേടിച്ചാലേ എനിക്ക് മസാല ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം മേടിച്ചിട്ട് ചൊവ്വില്ല. നമ്മൾ തന്നെ മസാല റെഡിയാക്കാം. അപ്പൊ ഇത് നല്ല പോലെ വറുത്ത് ചൂടാറിയിട്ടുണ്ട്. നീ അതൊക്കെ എടുത്തു ആരംഭിക്കും ഉമ്മ അതൊക്കെ വറുത്ത് വെച്ച്. അപ്പൊ ഇത് നല്ല പോലെ ചൂടാറി. ഇനി ഉമ്മ ഇതൊന്ന് പൊടിക്കട്ടെ. അപ്പൊ ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഉമ്മ മസാലക്കൂട്ടൊന്നും സാധാരണ കടകളിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല. ഉമ്മ തന്നെ അത് ഇവിടെ സെറ്റാക്കല പതിവ്. ഉമ്മ പറഞ്ഞു തന്ന പോലെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഉമ്മ മിക്സിയിലിട്ട് പൊരിക്കും. ഇനി അടുത്തത് നമ്മള് ചിക്കൻ വാങ്ങിയിട്ട് വന്നിരുന്നു. ആ ചിക്കൻ ഉമ്മ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ മാ? ഇനി എന്താ, ചിക്കൻ നല്ലപോലെ കഴുകിയിട്ട് വരാൻ പറ്റിട്ടുണ്ട്. ഇനി ചിക്കനിലൊന്നും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം അല്ലേ? അപ്പൊ മസാല തിരുമ്പി നമ്മള് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പൊ നല്ല പോലെ മസാല പിടിക്കും. എന്നിട്ട് നമുക്ക് പൊരിക്കാം. അപ്പൊ ഇത് നമുക്ക് പൊടിക്കാം നമുക്ക് അല്ലേ? അതെ, പൊടിക്കാം. പിന്നെ ഈ അടുക്കളയുടെ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഈ കണ്ടില്ലേ, ഷെൽഫൊക്കെ തുറന്നിട്ട് നമ്മുടെ ഒതുക്കുകയാണ് കണ്ടില്ലേ, അവിടെ സാധനങ്ങൾ ഒതുക്കുകയാണ്. അപ്പൊ നേരം വൈകിയപ്പോ നമ്മള് അത് ഇനിയിപ്പോ മന്തിക്ക് മസാല ഉണ്ടാക്കി പരത്തി വെച്ചിട്ട് നമുക്ക് ഒതുക്കാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഒരു സൈഡ് കിച്ചന്റെ ഒക്കെ ഒരു എന്താ പറയാ അലങ്കോലമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഒന്നും വിചാരിക്കണ്ട, അത് അവിടെ സാധനങ്ങളൊക്കെ അവിടെയാണ്. അപ്പൊ ഇങ്ങോട്ടൊന്നും എടുത്തിട്ട് വന്നിട്ടില്ല. അതിന്റെ ഇടയിൽ ഞാനൊന്ന് ചിക്കന് മസാല പരത്തി വെച്ചാല് അത് അവിടെ നിന്ന് മസാല വെച്ചിട്ട് അതിലേക്ക് വന്ന് നിൽക്കാണ്. അപ്പൊ കറപറേന്ന് കിടക്കണ്ട, ഒന്നും വിചാരിക്കണ്ട. നമ്മുടെ ആൾക്കാർ അങ്ങനെയൊന്നും അല്ല. അപ്പൊ അവരവിടെ നിന്ന് സെറ്റ് ആക്കട്ടെ. ഉമ്മ ഇവിടെ നിന്നിട്ട് മസാല ഇത് മിക്സിയിലിട്ട് അടിക്കട്ടെ. മിക്സിയിലിട്ട് പൊടിക്കാം. അതിനുശേഷം ചിക്കൻ നമ്മൾ മസാല തേക്കുന്നു, നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റുന്നു. ഉമ്മ മസാല അടിച്ചിട്ട് വീണ്ടും വരാം. ഓയിലിലോട്ട് ഓയിൽ പാക്കറ്റ് കുപ്പിയിലാക്കുന്ന ഉമ്മ. മന്തി മസാല നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവം മതി, ഒരുപാട് വേണ്ട, എന്നാൽ അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് മസാല ചിക്കനിക്കുള്ള ആവശ്യമുള്ള പൊടി എടുത്തിട്ട് നമ്മള് അത് മൊത്തം മന്തിരിക്കല്ലേ അല്ലേ? ആവശ്യത്തിന് മാത്രം അല്ല, അത് വേറിട്ടും വേണം. പൊടിക്കുന്ന മൊത്തം ഇല്ല, ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ നാരങ്ങ കണ്ടപ്പോ നമ്മൾ മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞേ, ഉമ്മ കടയിലൊക്കെ നല്ല വിലയല്ലേ, മേടിക്കാന്ന് പറഞ്ഞു. വള്ളി നാരങ്ങ, അച്ചാറിന്റെ നാരങ്ങ ഉണ്ടല്ലോ, അതാണെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ മോൻ ചെന്നിട്ട് 50 രൂപയ്ക്ക് എത്ര, 1 കിലോനോ 3/4 കിലോ മേടിച്ചോണ്ട് വന്നെ. പക്ഷെ അടിപൊളി നാരങ്ങ എന്നൊക്കെ, നല്ല നീര്, കടയിൽ നിന്ന് വാങ്ങണ നീര് പോലെ നല്ല നീര്. ഞാൻ വിചാരിക്കണേ ഒരു 100 രൂപയ്ക്ക് എത്ര, 3 കിലോ 2.5 കിലോ മേടിച്ച അച്ചാറിടായിരുന്നു. പക്ഷെ മറ്റേ നാരങ്ങ തീര് പോലെ ഉണ്ടാവൂല്ലോ ചില നാരങ്ങ, വള്ളി നാരങ്ങ, അതാണെന്ന് വെച്ചിട്ട് മേടിച്ചില്ല. ഇപ്പൊ നല്ല നാരങ്ങ അത് എന്താ. അപ്പൊ നാരങ്ങ പാരപ്പെട്ട ഞങ്ങൾ 1/2 കിലോ 3/4 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് മന്തിക്ക് പാകത്തിന് ഉപ്പിടുകയാണ്.
മന്തിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ, ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇത് മൊത്തം മിക്സ് അല്ലേ? മിക്സ് ആക്കി നമ്മൾ സെറ്റാക്കി വെക്കണം അല്ലേ? അതെ, വരട്ടി സെറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം. പിന്നെ കുറേ നേരം ഇരിക്കണം. ഇരുന്നാൽ നല്ല ചിക്കനിലൊക്കെ മസാല പിടിക്കും. അപ്പോഴാണ് നമ്മൾ മന്തി കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? അതെ അതെ അതെ. ഇനി ഇതിലെന്തെങ്കിലും ഇപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് കമൻ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാട്ടാ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയതോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഇതിൽ എന്തെങ്കിലും താത്ത ഇതിൽ എന്തെങ്കിലും ആഡാക്കാൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും അതെന്താ, അതും ചെറിയ കാര്യവും വലിയ അറിവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ അത് ആഡാക്കുമല്ലോ മന്തിയിലിടുമ്പോൾ. നാളൊരു കമന്റ് വന്നിരുന്നു നമ്മളത് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളും ആഡാക്കും. ഇനി ഇതിപ്പോ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ കൂടി അറിയിച്ചാൽ നമ്മളത് തിരുത്തും, ശരിയാകും. എന്താന്നാ ചില സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല. ഓരോന്നിട്ടിട്ട് എല്ലാം ഇട്ട് എന്നുള്ളൊരു ഓർമ്മ വരും. അയ്യോ ഇന്നതിട്ടില്ലല്ലോ എന്ന് നമുക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. അതിലാണ് മന്തിയൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ല അടിപൊളി പറഞ്ഞപ്പോ ആദ്യം വെക്കുമ്പോഴൊക്കെ കൊള്ളായിട്ടുണ്ട്. 1-2 വട്ടം വെക്കുമ്പോഴൊക്കെ സെറ്റായില്ല. പിന്നെ വെക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് കടയിൽ നിന്ന് വാങ്ങണ പോലെ ഉണ്ട്. കടയിൽ നിന്ന് എൻ്റെ മരോള് വന്നിട്ട് ഉമ്മ വെച്ചു കൊടുത്തപ്പോൾ വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കണ ഉമ്മ മന്തി വെച്ചത് കടയിൽ നിന്ന് വാങ്ങണ പോലെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാല്, ഞാൻ മന്തി കഴിച്ചിട്ട് മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കഴിച്ചു. അപ്പൊ ഇപ്പൊ വെച്ചിട്ടില്ല. അപ്പൊ ഒരു 9 മാസം ആയിട്ടുണ്ടാവും കേട്ടോ. 9-10 മാസം ആയിട്ടുണ്ടാവും. ഞാനിപ്പോ അപ്പഴാ കഴിച്ച പോയിട്ട് ഇപ്പൊ വന്നിട്ട് ആദ്യത്തെ മന്തി കഴിക്കാൻ പോവാണ്. അപ്പൊ ഇൻഷാല്ലാ കഴിച്ചു. നമുക്ക് ഇത് മസാല പെരട്ടാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നമ്മളെ നേരത്തെ പൊടി എടുത്ത് വെച്ചില്ലേ, ആ പൊടി വീണ്ടും അതിൽ കൊട്ടിയിട്ട് ഇപ്പൊ ഇതാണ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം ചേർന്ന് എല്ലാം മസാല ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾക്ക് ഇതിൽ പരത്തി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ചിക്കനായിട്ട് മസാല തേച്ച് തുടങ്ങിട്ടാ അല്ലമ്മാ? ഓരോ ചിക്കനായിട്ട് മസാല തേച്ച് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഫ്രിഡ്ജിൽ കയറ്റി ഒരു അരമണിക്കൂർ വെക്കോ? അരമണിക്കൂർ വെക്കും. ഈ മസാല ഉണ്ടാക്കിയതൊക്കെ നമുക്ക് അറിയാലോ. ആവശ്യത്തിന് ഓയിൽ കുറവുണ്ടെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് നിങ്ങൾ ആഡാക്കണം. ആ സംഭവമാണിത്. ഉമ്മ ഫസ്റ്റ് കാണിച്ചു തന്നില്ല. ആ സംഭവമാണ്, ഈ മസാലയാണിത്. മന്തിക്ക് ഈ മസാലയാണ് ഉപയോഗിക്കല്. അപ്പൊ അത് തേച്ച് നമുക്ക് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാലമ്മ. ഓക്കെ, അപ്പൊ മുഴുവൻ തേച്ച് കഴിഞ്ഞിട്ട് കാണാട്ടാ. അപ്പോ ഉമ്മ ഇവിടെ മസാല പുരട്ടി വെക്കുകയാണ്. നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകൾ എന്തായാലും കാണാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, മുല്ലശ്ശേരി പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് പൈസ കേട്ടാ വാല്യൂ വരുന്നത്. പൈസ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എത്ര രൂപയ്ക്ക് സാധനം വാങ്ങിയെന്നൊന്നും പറയുന്നില്ല. നമ്മൾ അവിടുന്ന് സാധനം വാങ്ങിട്ട് വന്നു. അപ്പം അത് റെഡിയാക്കാതെ ഇവർക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഒരു ടീം ഉപ്പയും പിന്നെ സാരിക്കുട്ടി അവിടെ നിന്ന് റെഡിയാക്കുക, ഓരോ ഡപ്പയിലാക്കി ശരിയാക്കുക. അപ്പൊ അവരവിടെ എന്താ ചെയ്യണത് നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വന്നാലാ? വേണ്ട, ഇർഫാൻകുട്ടി റെഡിയാ? ഇർഫാൻകുട്ടി ടാറ്റ കൊടുത്തേ. ഇർഫാൻകുട്ടിയുടെ ഇന്നലെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞത് ഇർഫാൻകുട്ടിയാ അല്ലേ, ഇന്നലെ അഭിനയിച്ചത്. അപ്പൊ ഇത് ഇവിടെ ഉണ്ടോ, സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് കുറെയൊക്കെ സെറ്റാക്കി. ഇന്ന് ഇവിടെ ഇതാ ഉപ്പ ടാറ്റ കൊടുത്തേ. ഉപ്പ സാധനം എല്ലാം ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഡപ്പ അവിടെ റെഡിയാണ്. ചായപ്പൊടി, എന്താ ഇവിടെ ഒരു കുരുമുളക് റെഡി ഉണ്ട്. പിന്നെ കയറ്, എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് കുറേ ഐറ്റംസ് നമ്മൾ ഡപ്പയിലാക്കി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇല്ല ഇർഫാൻകുട്ടി അല്ലേ? അപ്പോൾ ഞാൻ അങ്ങോട്ട് നമുക്ക് യാത്ര വേണ്ട, കാരണം ചിലപ്പോൾ പല പണിയും കിട്ടിയാലോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞു ഇല്ലമ്മാ? ഇത് നേരെ കൈ കഴുകണ തിരക്കില്ലട്ടാ. മസാലയൊക്കെ നമ്മൾ പുരട്ടി സെറ്റാക്കി. അപ്പോൾ നമ്മൾ മന്തിയുടെ മസാല ഉണ്ടാക്കിയത് നല്ല പോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെക്കുന്നവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാ. അപ്പം ബാക്കി ഇത് ആയി വരട്ടെ. നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. ഫ്രിഡ്ജിൽ ഇരിക്കണല്ലേ? ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം അല്ലേ? ബാക്കിയുള്ള പരിപാടികൾ അപ്ലോഡ് നോക്കാം. പഞ്ചസാര തോന്നുന്നുണ്ട്. അപ്പൊ
അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചല്ലോ, നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം അതെ വരാം അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കിയിട്ട്. ഇതെവിടെ അപ്പൊ ഇരിക്കും. ഉമ്മ നമ്മളെ വീണ്ടും വിളിച്ചിട്ടുണ്ട് കേട്ടാ. ഇതാ. സംഭവമൊക്കെ റെഡിയാണ്, ചിക്കൻ എടുക്കാനായി. ഇവിടെ ഉമ്മ എന്തോ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറിന് കറക്റ്റായിട്ട് ഈ ഒരു പാത്രം അരിക്ക് അല്ല, ഒരു പാത്രം അരി ഉണ്ടായിരുന്നു. അതിന് 2 പാത്രം വെള്ളം, 2 അല്ല, ഒരു പാത്രം ഇത്തിരി കുറവായിട്ട്. അപ്പൊ ഒരു 1.25 പാത്രം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മള് ചിക്കൻ വേവിക്കാൻ പോകുന്നത്. നമ്മളെ ഇഡ്ഡലി പാത്രത്തില് തട്ട് വെച്ചിട്ട് അതിന്റെ മേലെ നമ്മള് ബട്ടർ പേപ്പറോ പേപ്പർ വെച്ചിട്ട് നമ്മള് സാൻഡ്വിച്ച് ഒക്കെ പുതിയ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ പൊതിഞ്ഞിട്ടാണ് നമ്മളവിടെ തുടങ്ങിയിരിക്കുന്നത്. ഉമ്മ അവിടെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുക്കാൻ പോവാണ് കേട്ടാ. ചിക്കനൊക്കെ ഇപ്പൊ എത്ര സമയം ഉണ്ടാവും ചുരുങ്ങിയത്? ചിക്കൻ വെച്ചിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ആയിട്ടുണ്ടാവും. 3/4 മണിക്കൂർ ആയിട്ടുണ്ടാവും. സെറ്റായി. അപ്പൊ ഇനി നമ്മള് ഇതിലേക്ക് വെക്കുക. വെള്ളം തിളച്ച്, വെള്ളം ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. സാധനം വെച്ചു, ചിക്കൻ എടുത്തു. ഇനി നമുക്ക് അതിൽ വെച്ചിട്ട് ഇതിനെ പുഴുങ്ങി എടുക്കലാണ് അല്ലേ? മസാല ഒക്കെ പിടിച്ചിട്ടേ അങ്ങോട്ട് സെറ്റാണ്. ചെറുപ്പാങ്കുട്ടി ഇവിടെ വന്നേ. ഇത് നമ്മുടെ സ്വന്തം ചെറുപ്പാങ്കുട്ടി. അവൻ ഈ ഒരാഴ്ചയായിട്ട് സ്കൂളില്ല. എന്താ പറയാ, ഇന്നലെ പറഞ്ഞു ഇന്ന് സ്കൂൾ ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോഴേക്കും വൈകുന്നേരം മെസ്സേജ് വന്നു, നാളെ കനത്ത മഴയായതിനാൽ സ്കൂൾ അവധിയായിരിക്കും. അപ്പൊ 2 ചാട്ടം അല്ലമ്മ. അത് കഴിഞ്ഞ് മിഞ്ഞാന്ന് കഴിഞ്ഞ് ഇന്നലെയും കഴിഞ്ഞ് നാളെ നോക്കുമ്പോ ശനി, മറ്റന്നാള് ഞായർ, ഇനി തിങ്കളാഴ്ച വീണ്ടും മഴ പെയ്യോ ചെറുപ്പാങ്കുട്ടിയെ? പെയ്യണമെന്നാ? എന്നിട്ട് ടീച്ചറെ കാണണ്ടാവട്ടാ. ഡാമൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, തിങ്കളാഴ്ച സ്കൂൾ അവധിയായിരിക്കും. ഇപ്പൊ കമന്റ് വരും. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അറിയുന്നവര് പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞതിനൊക്കെ ഒരുപാട് എന്താ പറയാ, പേര് കിട്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ളില് കൊറേ വെച്ചിട്ട് നിങ്ങള് ആക്കരുത്, വേവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കുഴപ്പമില്ല, ഇഡ്ഡലി ചെമ്പില് വേവിക്കല്ലോ, എന്നിട്ട് നമ്മൾ ഇത് ഒന്നും കൂടി പൊരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമ്മുടെ റൈസ് ഒക്കെ നല്ലപോലെ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. 1 കിലോ അരി ഇത് വെള്ളത്തിലിട്ട് വെച്ചാല് നല്ലൊരു പെട്ടെന്ന് നമുക്ക് അധികം ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ചാൽ. ഇത് എന്ത് അരിയാണ്? ഇതാണ് മന്തി അരി. മന്തി ഉണ്ടാക്കാനുള്ള അരി. നമ്മള് വെള്ളത്തിലിട്ട് കഴുകിയപ്പോ ഒന്ന് കളർ കുറഞ്ഞു, നല്ല മഞ്ഞ കളറായിരുന്നു. അപ്പൊ നമ്മള് മന്തിക്ക് ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. 4 ഏലക്ക, 2 പട്ട, 2 കറിവേമ്പു, 1 പൂവ്, 1 നാരങ്ങ, വെളുത്തുള്ളി, സബോള, മറ്റേ മുളക്, ക്യാപ്സിക്കം. ഇത് വേണമെങ്കിൽ ഇടാ, വേണ്ടെങ്കിൽ വേണ്ട. അതെ, വേപ്പില ഇത് ഇതിലിടാനുള്ളതല്ല, ആവശ്യമില്ലാത്താണ് കളയാന്. ഇതെന്താ സംഭവം എന്നറിയോ? ഡപ്പിയിലേക്ക് വെച്ചിട്ട് അങ്ങട് മറ്റേ കബോർഡിന്റെ അങ്ങോട്ട് അറ്റത്തേക്ക് വെച്ച കാരണേ കാണൂല. പൊതുക്കിയപ്പോ കണ്ടതാ, കാണൂല. ഞാനിത് ഇപ്പത്തെ വരവിനല്ല, ഇപ്പത്തെ വരവിന് കൊടുന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനി അടുത്ത വരവില് വരുമ്പോ അതങ്ങനെ ഉണ്ടാവും. കഴിഞ്ഞ വരവില് വരുമ്പോ കൊടുന്നത് അത് സൂര്യകാന്തി പൂ. സാധാരണ നോർമലി അവിടെ ഈ സാധനത്തിന് പൊതുവെ റേറ്റ് കുറച്ച് കുറവുണ്ട്. പക്ഷെ ഇതിന്റെ വിത്തില്ലേ, നല്ല നീളമുള്ള വിത്തായതുകൊണ്ട് അങ്ങനെ എന്താ പറയാ, വലിയ മാറ്റില്ലെങ്കിലും നമ്മൾ നോർമലി വാങ്ങിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് പൈസ കൂടുതലാണ്. പക്ഷെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ആരും കഴിച്ചില്ല. എന്നിട്ട് കുപ്പിയിൽ വെച്ചിട്ട് അറ്റത്തിരിക്കാന്ന്. എന്നിട്ട് ഇപ്പൊ കഴിച്ചു നോക്കിയപ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം. എന്താണ് ഇപ്പൊ കഴിച്ചു നോക്കുമ്പോ? തണുത്തു, അല്ലാണ്ട് വേറെ കുഴപ്പം തോന്നണില്ല. തണുത്തു. അപ്പൊ തണുത്തപ്പോ ഞാൻ പറഞ്ഞു ഇനി കഴിക്കണ്ട, ഇനിയിപ്പോ വയറ് ചീത്തയാവോ അല്ലെങ്കിൽ വല്ല പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് കഴിക്കണ്ട, കളയാൻ വേണ്ടി വെച്ചിരിക്കുക. എന്താ ചെയ്യാ. ഇടക്ക് ഇന്നാള് ഒരു ദിവസം ബദാം നോക്കിയപ്പോ ഉണ്ടല്ല, ബദാമിന്റെ തൊലി ഉണ്ടല്ലോ, അത് മാത്രം എയർ നിറഞ്ഞിരിക്കുന്ന പോലെ നിറഞ്ഞിരിക്കുക. നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഉറുമ്പ് കയറിയിട്ട് ഉള്ളിലത്തെ എല്ലാം ഉറുമ്പ് തിന്നു, തൊലി മാത്രം ഇങ്ങനെ നിക്കുക. ഇതാണ് ടീം. എന്താ ചെയ്യാ. കിളവിയൊന്നും തീറ്റയില്ല. ബദാമൊക്കെ കൊണ്ടുവരും, അവിടെ വെക്കും, കഴിക്കലില്ല. ഇൻഷാ അല്ലാഹ്
അപ്പൊ ഇനി ഇത് നമുക്ക് വെന്ത് വരട്ടെ. എല്ലാ എല്ലാ ചിക്കനും വെച്ചാ ആ ഇല്ല, അത്ര തന്നെ ഉള്ളൂ. എല്ലാം പോയി അച്ഛോ അത് വീട്ടില് ചെമ്പല്ലേ പൊന്നെ, ആവിയിൽ കിടന്നൊന്ന് വെന്ത ശേഷം നമുക്ക് എണ്ണ മറ്റേ ചീഞ്ചട്ടി വെച്ച് പൊരിച്ചെടുത്താല് കാര്യം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളില് നമുക്ക് ചോറിന്റെ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോ നമ്മള് ഇന്നത്തെ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന എല്ലാം നമ്മൾ മസാല പുരട്ടണം. വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന മൊത്തം എല്ലാ ചിക്കനും നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചു. ഞാൻ വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി. എപ്പോഴും മന്തി ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വേസ്റ്റ് ആയിട്ട് പോകാനോ വെള്ളം ഊറ്റിക്കളയുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് എല്ലാ പരിപാടിയും. നമ്മൾ ഇതായതിനു ശേഷം പിന്നെ അരിയും കാര്യങ്ങളൊക്കെ വേവിച്ചതിന് ശേഷം മസാല കാര്യങ്ങൾ എല്ലാം ഇട്ടതിന് ശേഷം അത് കറക്റ്റ് വേവിനനുസരിച്ച് ഇറക്കിയാൽ തന്നെ മന്തിയായി അല്ലേ? അതാണ് മന്തി. ഈ പാലക്കാട് ബിരിയാണി സെയിമാ, നമുക്ക് അതേ പരിപാടി. പക്ഷെ മന്തിയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതെന്ത് മന്തി എന്ന് വെച്ചാൽ പാലക്കാട് ബിരിയാണിയാ മന്തി. എന്താ ചോറ് ഇഷ്ടല്ല. അത് ചിലർക്ക് അങ്ങനെ, ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ ഇപ്പൊ മന്തി സ്പെഷ്യലാ. കുഴിമന്തി സ്റ്റാർട്ടിങ് കുഴിമന്തി ആയിരുന്നു. ഇപ്പൊ കുഴി പോയിട്ട് വെറും മന്തിയാണ്. അപ്പൊ എല്ലാ പൊതുവെ കുഴിയൊക്കെ വേണം. പക്ഷെ ഇപ്പൊ കുഴി ഇല്ലാത്ത ഉടായ്പ മന്തിയാണ് ഇപ്പൊ വരുന്നത്. പണ്ട് നമ്മുടെ കുഴിമന്തി ഒക്കെ കഴിച്ചിരുന്ന അറേബ്യൻ മജ്ലിസ് ഉണ്ടല്ലോ, നമ്മുടെ ദുബായ് അങ്ങനത്തെ ഏരിയയിൽ പോയാലാണ് കുഴിമന്തി കറക്റ്റ് പക്ക കുഴിന്നൊക്കെ എടുത്തിട്ട് അവര് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടുക. പക്ഷെ ഇപ്പൊക്കെ അതൊക്കെ മാറി. ഇപ്പൊ പുതിയ ഓരോന്ന് കണ്ടുപിടിക്കല്ലേ. കുഴിക്ക് പകരം വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചിക്കൻ വേവിക്കല്, അല്ലെങ്കിൽ ചിക്കൻ മറ്റേ കുപ്പീന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടാക്കല്. ഗൾഫിൽ തലപ്പാക്കെട്ട് ബിരിയാണി വെക്കില്ലേ, അതെങ്ങനെയാണ്? തലപ്പാക്കെട്ട് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലത്തെ ഒരു സ്പെഷ്യലാണ്. ചെന്നൈ തമിഴ്നാട്ടിലത്തെ ബിരിയാണിയാണ് തലപ്പാക്കെട്ട് ബിരിയാണി. അതിനാണ് ദുബായിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും തമിഴ്നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴേ എന്ത് തലപ്പാക്കെട്ട്, അപ്പൊ നിങ്ങളോട് ചോദിച്ചത് വെക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ഒരു അറിവില് തലപ്പാക്കെട്ട് എന്ന് പറഞ്ഞാ അതൊരു എന്താ ഈ മന്തി പോലെ ഒരു പേരാണ്. അത് ഒരു വിഭാഗം ആൾക്കാരുണ്ടാക്കിയ പേരാണ് ഈ തലപ്പാക്കെട്ട്. നമ്മള് പറയില്ലേ ഇപ്പൊ പാലക്കാട് ബിരിയാണി, അതുപോലെയാണ് ഈ തലപ്പാക്കെട്ട് ബിരിയാണി. തലശ്ശേരി ബിരിയാണി അതുപോലെ തലപ്പാക്കെട്ട് ബിരിയാണി തമിഴ്നാട്ടിലെ ആൾക്കാരാണ് അത് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും തലപ്പാക്കെട്ട് ബിരിയാണി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല, വെച്ച് നോക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. അത് ഉമ്മ ട്രൈ ചെയ്യുന്നുണ്ടോ? തലപ്പാക്കെട്ട് ബിരിയാണി ഉമ്മ അത് കഴിച്ച അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയ അതിന്റെ ഒരു നേക്കില് വെക്കാം. പക്ഷെ അത് ഉമ്മ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. അത് എന്താ തലപ്പാക്കെട്ട് ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട്, അത് എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയില്ല. തലപ്പാക്കെട്ട് ബിരിയാണിനെ അറിയില്ല. ഒരു ദിവസം ഉമ്മാനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് തലപ്പാക്കെട്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം. അപ്പം ഇതാണോ തലപ്പാക്കെട്ട് ബിരിയാണി, ഇത് ഞാൻ വെക്കും എന്ന് പറയും. തമിഴ്നാട്ട് ബിരിയാണിക്ക് നമ്മളെ കേരളത്തിൽ ബിരിയാണി ഒക്കൂല എന്ന് പറയാ. അടിപൊളി ബിരിയാണിയാ. ബിരിയാണി തമിഴ്നാട് കഴിച്ചവർക്ക് തന്നെ അതിനെപ്പറ്റി അറിയില്ല. ചിലര് ഭാഗത്തുള്ളവരൊക്കെ അവിടെ ചെന്ന് കഴിച്ചിട്ട് അടിപൊളി ബിരിയാണി, തമിഴ്നാട് ബിരിയാണി സൂപ്പർ. പാലക്കാട് ബിരിയാണി അല്ല, തമിഴ്നാട്ട് ബിരിയാണി. അത് തമിഴ്നാട്ടിലെ ബിരിയാണി എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാലേ, നമ്മള് കല്യാണം നമ്മളെ ബിരിയാണി ഒക്കൂല. എന്താ തിന്നിട്ട് പഠിച്ചോന് എന്തൊരു ടേസ്റ്റ് എന്നാ പറയാ. കല്യാണം കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ബിരിയാണി ആയിരിക്കും. സ്പെഷ്യൽ ബിരിയാണി ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ബിരിയാണി തമിഴ്നാട്ടിലെ ബിരിയാണി ഒക്കെ സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റാണ്. ബിരിയാണി വെച്ചുണ്ടല്ലോ. പക്ഷെ ഞങ്ങള് എന്നിട്ട് ഉള്ള ആത്തങ്കര പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏത് പള്ളി? ആത്തങ്കര പള്ളി. ആത്തങ്കര തമിഴ്നാട്. അങ്ങനെ ഏർവാടി നാഗൂര് അങ്ങനെ പോകുമ്പോ ആ പള്ളിയില് ചോറ് ആടറുക്ക ചോറ് വെച്ച് ഇങ്ങനെ ഇടുന്നുണ്ട്. ഏത് നേരത്ത് പോയാലും അവിടെ ഭക്ഷണം കിട്ടും. ആട് ബിരിയാണി, ചോറില്ല, ഇവിടെ കഷ്ണ. ഞങ്ങള് ചെന്ന് പള്ളിയിലൊക്കെ കേറി വാരത്ത് യാസീനൊക്കെ ഓതി കഴിഞ്ഞ് അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഭക്ഷണം കൊടുക്കണ്ട, നിങ്ങൾ മേടിച്ച് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കവറിൽ തന്ന്, കവറിൽ ചോറുള്ളോ എന്ത് ടേസ്റ്റ് എന്നാ പറയാ റബ്ബേ, അത് നാവിൽ ഇപ്പോഴും പോണില്ല, അത്രക്ക് ടേസ്റ്റ്. അപ്പൊ നമുക്ക് വേവിക്കാൻ വെച്ച ചിക്കൻ തുറന്നു വെക്കാം. വെന്തു അല്ലേ? വെന്ത് 2 പീസായില്ലേ? വെന്തിട്ട് സൈഡായി വെന്തങ്ങോട്ട് സെറ്റ് ആയിട്ടോണ്ടാ ആവി പറക്കുന്ന, വെന്ത് വിരിഞ്ഞു.
ചൂടുണ്ടോ? പിടിക്കണോ? പൊരിക്കാം. ആ പേപ്പർ വെച്ചാൽ താഴത്തേക്ക് അതിന്റെ ഇത് പോവാത്തല്ലേ? അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഇതാക്കാം. അതെ. ഇത് മാറ്റി വെച്ച ചിക്കൻ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് താത്തക്കുട്ടിയാ? ഇറപ്പാനിയാണോ? എന്താ പേര്? ആമിന ബീവിയോ? ഞാൻ ആമിനൊക്കെ ഉസ്താദ് കാണും വീഡിയോ, അപ്പൊ ശരിയാക്കും. 2 ദിവസം സ്കൂളിലല്ലോ, അതാ സന്തോഷം. നാളെ തിങ്കളാഴ്ച ആണെങ്കിലോ? ആരത്? ദുൽഖർ സൽമാനാ? അപ്പൊ നമ്മള് പൊള്ളിച്ചെടുക്കാൻ പോവാണ്. നമ്മള് വേവിച്ചതിന് ശേഷം ഉമ്മ പറയണ വീണ്ടും പൊള്ളിക്കണം എന്ന്. അങ്ങനെ ആവശ്യം ഉണ്ടാവാ? ചെയ്യും അങ്ങനെ എല്ലാരും? മസാല ചെയ്യാൻ ചെയ്യാല്ലേ? അതെന്താ വെച്ചാല് നമ്മൾ വേവിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അല്ലേ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡിലേ ചിക്കൻ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കും. ഇതൊക്കെ പൊരിച്ചെടുത്തോ? അല്ല, ഇത് പൊരിക്കാൻ പോകണം കേട്ടാ. നമ്മൾ വേവിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊരിക്കണം. അല്ലെങ്കിൽ എല്ലാരും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഉമ്മ സ്പെഷ്യൽ അങ്ങനെയല്ലല്ലോ? അല്ല, അപ്പൊ എല്ലാരും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം നമുക്ക് കണ്ടില്ലേ ഇതിലെന്താണോ സെറ്റപ്പ്? ഇത് നമുക്ക് ചോറിന് മന്തി റൈസിന് അല്ലേ? ഇത് അല്ലെങ്കിൽ ഒരുപാട് സമയം പിടിക്കും മോനെ. ഇപ്പൊ തന്നെ ഓൾറെഡി 10 മണിയായി. 10 മണിയാ? ഇല്ല, വെറുതെ പറഞ്ഞാ 10 മണി ആവുമല്ലോ. സ്പൂൺ എവിടെയാണ്? സ്പൂൺ നോക്കിട്ട് തെറിക്കണ്ടട്ടാ. അപ്പൊ ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരുപാടായില്ലേ? ഒരുപാട് സമയല്ലേ? അപ്പൊ നമ്മളിത് വെന്തുട്ടാ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നേരെ അങ്ങോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് അരിക്കുള്ള പരിപാടി നോക്കാം. മന്തിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിലാ. ആദ്യം തന്നെ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. സമയമായി കഴിഞ്ഞാൽ അടുപ്പേ ശരിക്കും നിക്കണില്ല. മറ്റേ ഇതിന്റെ അടുപ്പില്ലേ റൗണ്ട്, അത് തുരുമ്പ് പിടിച്ച്. അപ്പൊ ഇത് വേറെ ഓർഡർ ചെയ്ത് കഴിക്കില്ലേ, അപ്പൊ അത് ഒപ്പം നിക്കണില്ല. അതിലോട്ട് ആവശ്യത്തിന് എന്താണ് മരുന്ന്? സബോള. അയ്യോ, സബോള എല്ലാം ഇടുക മറന്നു. വെളുത്തുള്ളി സാറില്ല, ഓരോരുത്തരും ഓരോ രീതി. മറന്നു, നേരം വൈകിക്കാരനെ. ആദ്യം എന്താ പറയാ, വെളുത്തുള്ളി ഇടണ്ടേ? നമ്മ സബോള ഇട്ടിട്ടാ. നേരം വൈകിക്കാരനെ നമ്മ ടെൻഷനാവരുതിട്ടാ. നിങ്ങൾ ടെൻഷനാവരുത്. ഉമ്മ ടെൻഷനായി പോയി. നേരം വൈകുമ്പോ ഇതായില്ലേ ഉപ്പ ഓളിയിടും പറഞ്ഞിട്ട് പേടിയുണ്ടാവും. ഉപ്പ ഭക്ഷണം കഴിക്കാൻ 4 ഏലക്ക ഇതൊന്നും നേരത്തെ പറഞ്ഞല്ലോ. അതൊക്കെ കേട്ടോ. അപ്പൊ ഏലക്ക കൂട്ടിട്ടു. അടുത്ത ശേഷം വെളുത്തുള്ളി കൂട്ടിട്ടു. അതിനുശേഷം നമ്മള് ഒരു നാരങ്ങ, ഉണക്ക നാരങ്ങ അല്ലേ? ഉണക്ക നാരങ്ങ ഇട്ടു. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഇതേപോലത്തെ എന്തുണ്ടാക്കണമെങ്കിലും നമുക്ക് സമയം തികയാറില്ല. ഇപ്പൊ രാത്രി മന്തി വെക്കണമെന്ന് പെട്ടെന്ന് തീരുമാനം എടുത്തു. പക്ഷെ തീരുമാനം എടുക്കുമ്പോ തന്നെ നമ്മൾ അവിടെ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുക അല്ലെ മുല്ലശ്ശേരിയില്. പിന്നെ മുട്ടക്കറിയും ചോറും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മോന് പറഞ്ഞു ഉമ്മ മന്തി വെക്കാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടല്ലോ, എന്നാ പിന്നെ ഉമ്മ മേടിച്ചോന്ന് പറഞ്ഞപ്പോ മേടിച്ച്. അങ്ങനെ പെട്ടെന്ന് എടുത്ത് തീരുമാനം. വരുമ്പോൾ തന്നെ 6 മണി കഴിഞ്ഞല്ലോ. അപ്പോ നമ്മള് സാധാരണ ചോറ് 9:30-ക്കാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പൊ പിന്നെ ഇത്തിരി സമയമായതും മാത്രം. പക്ഷെ ഉപ്പാനെയാണ് പേടി. ഉപ്പാക്ക് സമയമായതും കൂടെ വന്നൊന്നും നോക്കൂല. അതാണ് പേടി. എന്നാലും വേറെ വേണ്ട.
അപ്പോൾ നല്ലപോലെ അതിന് ശേഷം അല്ലേ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ട് വേണം സബോളയൊക്കെ ഇടാന്. പക്ഷെ ഉമ്മ മറന്നുപോയി. നേരം വൈകിയപ്പോഴേ ഒരു തപ്പിപ്പിടുത്തം. കുഴപ്പമില്ല, നമ്മൾ തപ്പി പിടിക്കരുത്, വീഡിയോ കാണുന്നത് തപ്പി പിടിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും മന്തി ഉണ്ടാക്കാൻ അറിയുന്നൊക്കെ അറിയാം, എന്നാലും നമ്മൾ സത്യം പറഞ്ഞല്ലേ, ഞാൻ മുൻപും വീഡിയോയിൽ പറയാറുണ്ട്. ഇതെന്താണമ്മ? മസാല കുറച്ച് മസാല, മന്തി മസാല ഞാൻ മുൻപും പറയാറില്ല. ഇതൊക്കെ ഒരു സത്യം പറഞ്ഞല്ലേ നമ്മുടെ എല്ലാവരും ഒരു ഓർമ്മകളാണ് അല്ലേ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയത് തന്നെയല്ലേ, തിരിച്ചു കിട്ടില്ലല്ലോ. അത് നമ്മൾ ആ ഒരു മിനിറ്റിന് വേണ്ടി എത്ര ലക്ഷമായാലും എത്ര കോടി കൊടുത്താലും ആ ഒരു മിനിറ്റ് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം ഇതേപോലുള്ള ദിവസങ്ങളും നല്ല നല്ല സന്തോഷങ്ങളൊക്കെ നമ്മളില്ലേ ഇതേപോലെ വീഡിയോയും മറ്റെന്തായിക്കോട്ടെ പകർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിൽ നമുക്ക് പിന്നെയും പിന്നെയും ഇതൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ അമ്മ? നാളെ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അനിയൻ്റെ വൈഫും ഉണ്ണിയും ഒക്കെ ഇവിടെ ഉണ്ട്. പിൻകാലത്ത് 10-20 വർഷത്തിന് ശേഷമൊക്കെ ആ ഉണ്ണി വലുതായി പഠിക്കുന്ന സമയവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ ഒന്ന് കയറി തപ്പുമ്പോൾ പറയൂലേ എൻ്റെ വല്യമ്മ മന്തി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളും എന്താ പറയുക ഒരു സന്തോഷങ്ങളാണ് അതൊക്കെ. പകരം അപ്പോൾ ചിക്കനും ഒരു സൈഡിലുമ്മ ടെൻഷനായതുകൊണ്ട് പടപടാന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് സൈഡിൽ കഴിയാണ്ടായി. എന്താണത്? ഓയിലല്ല, ചോറിനുള്ള തക്കാളി ഇട്ടിട്ടില്ല, ഉള്ളി ഇട്ടിട്ടുണ്ട്. കാട്ട് സബോള ഞാൻ എടുക്കാമ്മ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മള് കുക്കിങ്ങിൻ്റെ ഇടയിൽ കൊണ്ടാട്ടി വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് മേലെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അത് മേലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞ് മോനെ പിടിക്ക്, ഇതാ നമ്മൾ അരി ഇടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. ഉമ്മ ഞാനിപ്പോൾ ഫ്രീ ആണോ അതോ ഇപ്പം അരി ഇടുവോ? വെള്ളം തിളച്ചു, വെള്ളം അപ്പുറത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, സ്ഫോടനം നടക്കുന്നുണ്ട്. ഇത് എന്ത് വെള്ളാന്ന് വെച്ചാലേ എന്ത് വെള്ളാമോ? കുരുമുളക് ഇട്ടില്ല, നല്ല ജീരകം ഇട്ടില്ല, മറന്നു കണ്ടാ അമ്മ ടെൻഷനായി. അങ്ങോട്ട് തന്നെ പൊട്ടിത്തെറിക്കും, സ്ഫോടനം നടക്കും. അപ്പൊ ഇത് നമ്മൾ എന്ത് വെള്ളാമ പൊരിച്ചത്? രസോ? മസാല ഇട്ടിട്ട് ഇത് സൂപ്പ് ആക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് ഇഡ്ലി ചെമ്പില് നമ്മള് ചിക്കൻ മസാല അടിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ വെച്ചിരുന്നല്ലോ. അപ്പൊ അതിന്ന് ഇത്തിരി വന്ന വെള്ളാണ് ഇത് പറഞ്ഞേ. ഇത് നമ്മള് ഇതിപ്പോ നമ്മള് അതെ കുരുമുളക് ഇടാന്, കുരുമുളകും നല്ല ജീരകം ഇടാൻ മറന്നു, നേരം വൈകിയ കാരണം ഭയങ്കര തട്ടിക്കൊടുക്കാം. അപ്പൊ അത് ഇടുകയാണ്. കുരുമുളക് ഇടാട്ടാ. ഞാൻ ഉമ്മാക്ക് അവസാനം ഹെൽപ്പാക്കേണ്ട അവസ്ഥ. ഇളക്കണ്ട പൊന്നു, മതി. ഇളക്കണ്ടേ? വേണ്ടാന്ന്. നല്ല ജീരകം പൊന്നു, നല്ല ജീരകം. നമ്മളെന്ത് എവിടെ കഥ അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. കുരുമുളക് നല്ല ജീരകം. അപ്പൊ നമ്മള് നല്ല ജീരകം ഒന്നും ഇട്ടില്ല, ആവശ്യത്തിന് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോ അതിലിട്ടില്ലെങ്കിലും ഇതിലിട്ടാ കുഴപ്പമൊന്നുമില്ല. ചിക്കൻ നമ്മള് നല്ല ജീരകവും കുരുമുളകും ഇപ്പോഴാണ് ഇട്ടത്. നമ്മള് ആ മറ്റേ മസാലയിലിട്ട് എണ്ണയിലിട്ടിട്ട് വഴക്കുമ്പോ എനിക്ക് എന്തോ മറന്നു. എനിക്ക് പെട്ടെന്ന് നേരം വൈകിയപ്പോ ഒരു തപ്പിപ്പിടുത്തം. അപ്പൊ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പാകത്തിന് ഉപ്പിടാം. കല്ലുപ്പും കൂടി ഇട്ട് കഴിഞ്ഞാ പിന്നെ വെള്ളം തിളച്ചു തുടങ്ങിട്ടാ. ഉമ്മ ടെൻഷനില് ഓരോ നേരം മറക്കുന്നുണ്ട്. അവസാനം സമയം ഇപ്പൊ 10 മണിയായി. ഇനി എപ്പ വരയ്ക്കാൻ പോകണോ? കല്ലുപ്പ് അല്ലേ? കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടാ. എന്താ മിക്സിങ് വെള്ളം തിളപ്പിച്ച് വെച്ചാലേ മതി. നന്നായിരിക്കും. എപ്പോ വെക്കുമ്പോ മന്തിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഒന്നും പടച്ചോൻ ചതിക്കില്ല. നല്ല ടേസ്റ്റ്. ഇപ്പൊ എന്നെ കൊല്ലുകയല്ലേ ഞാൻ. അതെ, ഇത് നമ്മളിപ്പോ
ഒരു ഷെഫുണ്ട്. ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടാവില്ലേ, അവിടെ നിന്നൊക്കെ അടിപൊളി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കി പറയാൻ ആളുണ്ടാവില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ 5 സ്റ്റാർ വീടാണിത്. ഈ വീട്ടിൽ ടേസ്റ്റ് നോക്കി പറയാൻ ആളുണ്ട്. അതാണ് നമ്മുടെ ഉപ്പ, ഫാദർ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഇതിൽ ഉപ്പില്ലല്ലോ, ഇതിൽ മുളകില്ലല്ലോ എന്ന് പറയും. വെള്ളം തിളച്ചു വേണ്ട പൊട്ടണു. ഈ അങ്ങനെ അരിയിട്ട പരിപാടി കഴിഞ്ഞെന്നാണ് നമ്മ പറയണത്. ചിക്കൻ മറച്ചിട്ടിട്ടുണ്ട്, ഇത് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാണ് ലാസ്റ്റ് കേട്ടാ. ബാക്കിയൊക്കെ നമ്മൾ വേവിച്ചെടുത്തു. അല്ല വേവിച്ചല്ല, പൊരിച്ചെടുത്തു. അപ്പം ഇനി അടുത്തത് അരി ഉമ്മ അവിടെ ഊറ്റുന്നുണ്ട്. അല്ല അരിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചാണ് ഓൾറെഡി. ഇനി അതിലോട്ടിടാം. 1 കിലോ അരിയില്ലമ്മ, വറക്കത്തല്ല, എന്താണ് അതിൻ്റെ പേര്? മന്തി അരി. മന്തി അരി മന്തി വെക്കാൻ തന്നെ മാത്രം, അല്ലാണ്ട് വേറെ ബിരിയാണി വെക്കുമെന്ന് എനിക്കറിയില്ല. മന്തി അരി ഇത് വെക്കാൻ മാത്രം. ഇന്ത്യൻ ഗേറ്റ് അല്ലേ? ഇത് ഇന്ത്യൻ ഗേറ്റ് അല്ല, അത് വേറെ. ഇത് വന്നിട്ട് കുറച്ച് നീളം കൂടിയ അരിയാണോ മന്തി അരി? ആ, നീളം കൂടുതൽ പഴുപ്പ് മഞ്ഞ കളർ ഉണ്ടാവും. എങ്ങനെ? മഞ്ഞ കളർ ഉണ്ടാവും. മഞ്ഞ കളർ അരി പല്ലേക്കാത്തവരെ പല്ലുപോലെ ഉണ്ടാവും. ഈ സമയത്ത് പറയാൻ പാടുമെന്ന് അറിയില്ല, എന്നാലും പല്ല് തേക്കാത്തവരുടെ പോലെ ഉണ്ടാവുന്ന നമ്മ പറയണേ. അങ്ങനെ പറയാ, മഞ്ഞ കളർ ഉണ്ടാവും. ഉമ്മ അല്ലേ ഉദാഹരണം പറഞ്ഞത് ഉമ്മ. ആ മന്തി അരി എന്ന് ചോദിച്ചാല് ഫ്രഷ് ആയിട്ട് കാണുമ്പോഴല്ലേ എനിക്ക് തോന്നും അത് കളറ്. ഇതില് പച്ചെടുത്തില്ല, കഴുകണ്ടേ? അതുമ്മ കഴുകൂട്ടാ. ഞാൻ പിന്നെ ക്യാമറമാൻ ആയതുകൊണ്ടേ പണിയൊന്നും എടുക്കരുത്. അപ്പോ 10 മണി പറയല്ലടാ, ആൾക്കാര് കളിയാക്കും. അപ്പൊ കഴുകി ഇതൊന്നും നോക്കണ്ടട്ടാ, പലരും കമന്റ് പറയുന്നുണ്ട് ഇതൊക്കെ അത് വന്നിട്ട് തീയൊക്കെ വാരിയിട്ടിട്ട് അത് ഇതായതാണ്, അല്ലാണ്ട് ഇത് കഴുകാണ്ട്. ഇതൊക്കെ എത്ര കാലം എന്നറിയാം. ഷെബീറ് കുട്ടിയായിരിക്കുമ്പോ ഇതിന്റെ അടപ്പും ഇതിന്റെ ചെമ്പും മേടിച്ചാണ്. ഇതിന്റെ മൂടി വേറെയാ, അതിങ്ങനെ പിടിച്ചിട്ട് മൂടുന്നതാ. പറഞ്ഞു തന്നെ ഇതിനൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. എന്റെ അനിയനാണ്, അപ്പൊ അവനിക്ക് 10-27 വയസ്സായില്ലേ. ഇത് വന്നിട്ട് തീ ദമ്മിടുമ്പോ തീ വാരി ഇട്ടിട്ട് അല്ലാണ്ട് ഇത് വൃത്തികേടല്ല. അതെ, പക്ഷെ അവർക്കൊക്കെ അറിയില്ലേ. കുറെ പേരൊക്കെ ഉമ്മാന്റെ ചീഞ്ചട്ടി ഉണ്ടല്ലോ, ഉമ്മക്ക് സ്ത്രീധനം കിട്ടിയ ചീഞ്ചട്ടി, അതൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്റെ കയ്യിലുള്ളതൊക്കെ എനിക്ക് സ്ത്രീധനം കിട്ടിയതാ. ഉമ്മാടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാം, ഉമ്മാക്ക് സ്ത്രീധനം കിട്ടിയ ചീഞ്ചട്ടിയാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കണതിൽ കണ്ടത്. അതിൽ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ചീഞ്ചട്ടി മാറ്റിക്കൂടെ, ചീഞ്ചട്ടിയിൽ എന്താണ് ഒരു വളയും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മള് പഴംപൊരി ഉണ്ടാക്കിയ നമ്മുടെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞുതരാം, ഇത് സൂപ്പർ ചീഞ്ചട്ടിയാണ്, ഇതില് പഴം ഇട്ട് കഴിഞ്ഞാൽ അത് അടി പിടിക്കില്ല, പിന്നെ അതിലുണ്ടാക്കാനാണ് സുഖം എന്നൊക്കെ. അപ്പം ഇനി നമ്മൾ എന്താ പറയുക, പഴക്കം ചെല്ലുന്തോറും ആ ചീഞ്ചട്ടി സെറ്റായി തോന്നുന്നുണ്ട്. എല്ലാ കറികൾക്കും എല്ലാ കാര്യങ്ങൾക്കും അത് സെറ്റായി തോന്നുന്നുണ്ട്. പുതിയൊരു കല്ലെടുത്താൽ ചിലപ്പോൾ അത്ര രസത്തിൽ വരുമോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണ് വൈഫ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പഴംപൊരിക്ക് ആ ചട്ടി തന്നെ എടുത്ത്. വേറെ ഇഷ്ടത്തിന് ചട്ടിയുണ്ട് ഇവിടെ, കണ്ടില്ലേ. വീട് നമ്മുടെ കുറ്റൂശ എന്ന് പറയില്ല, വീട് പാർക്കലിനൊക്കെ ഒരുപാട് സാധനം കിട്ടിയത്. ഇനിയും സാധനം ഇറക്കിയിട്ടില്ല, ഒക്കെ മേലെ പിന്നെ അപ്പുറത്തെ റൂമിലുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞ അതൊന്നും വേണ്ട, എന്തിനാ ഇത് പാത്രം ചെളിയാക്കണ്, വയ്യ പാത്രം ചളിയാക്കായിട്ട് കഴുകാനും പിടിക്കാനും ഒതുക്കാനും അത്യാവശ്യം ഇതിന്റെ അടിയിലുണ്ട്. അത് പിന്നെ എന്തിനാ വെറുതെ, ഒക്കെ എങ്ങനത്തെയാ. അതെ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് അത് റെഡി ആക്കാൻ വെച്ചിട്ടുണ്ട്, ഇതും സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് മേശയില് വെച്ചിട്ട് കാണാം അല്ലേ, അല്ലെങ്കിൽ അത് പൊട്ടിക്കുമ്പോഴോ ദമ്മിടുമ്പോ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ആ സമയത്ത് എടുക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലം ഇവിടെ വീഡിയോസ് വെറുതെ നമ്മൾക്ക് കളയണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പോഴേ മന്തി റെഡി കേട്ടാ, കണ്ടില്ലേ. മന്തി റൈസ് റെഡി, ഉമ്മാന്റെ ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട്, ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്, പിന്നെന്താ പച്ചമുളക് കുത്തനെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന്, ഇനി എത്ര സമയം ഉണ്ടമ്മ, എന്തെങ്കിലും ആവാനുണ്ടാ? ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്ക് എന്താ പറയാ, മേശയിൽ കൊണ്ടുപോയിട്ട് എല്ലാ പ്ലേറ്റിലിട്ടിട്ട് മയോനൈസും കൂട്ടിയിട്ട് ഒരു പെട.
എന്നിട്ട് എല്ലാവരും ചോദിക്കാം എങ്ങനെയുണ്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ മന്തി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് അതെ എന്നിട്ട് അഭിപ്രായം നിങ്ങളുടെ അടുത്ത് പറയാട്ടാ. അപ്പോൾ മേശയിൽ കാണാം. ഓക്കെ. മറ്റേ അടുപ്പിൽ കത്തിച്ചിട്ടേ ഒരു കനല് വാരി ഇട്ടിട്ട് തരി ഓയിൽ ഒഴിച്ചിട്ട് വെക്കണം. ഞാൻ വെച്ചില്ല, ഇപ്പം നേരമില്ല, സമയമില്ല, 11 മണിയായി. സമയമില്ല. അപ്പം ഇൻഷാ അല്ലാ മേശയിൽ വെച്ച് കാണാം. ബൈ. നമ്മുടെ പാങ്കുട്ടിക്കുള്ള റെഡി ആയിട്ടുണ്ട്. അടുത്തത് എല്ലാവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടാ. പാങ്കുട്ടിക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് വീണ്ടും പറയാം. പിന്നെ അടുത്ത പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് ഇറപ്പാൻകുട്ടി എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടാ. ആ ഉമ്മ വിളമ്പുണ്ട് എല്ലാവർക്കും. കാരണം നമ്മൾ ഈ തട്ടുപാത്രത്തിൽ ഇടാൻ കാരണം വെച്ചാലേ ചൂടാറാൻ വേണ്ടിട്ട്. സമയം നോക്കി 11 മണി. ഫുഡ് അതിനെന്താ, ഫുഡായി വരുമ്പോ ഈ സമയമൊക്കെ ആയി. ഇനിയിപ്പോ ഇർപ്പാൻകുട്ടി വെയിറ്റിങ്ങിലാണ്. എല്ലാരും കൂടി വന്നിട്ട് ഇർപ്പാൻകുട്ടി കഴിക്കുള്ളൂ എന്നിട്ട് വെയിറ്റിംഗ് ആണ്. ഇർപ്പാൻകുട്ടി എല്ലാരും കഴിക്കി. ഇത് സ്പെഷ്യൽ ഉപ്പാന്റെ പാത്രമാണ് കേട്ടാ. ആ പോയേനല്ലേ മേക്ക. എന്തമ്മാ എനിക്കെന്താ കൂടുതൽ കഴിക്കാം, അത്രയൊന്നും വേണ്ടമ്മ. അപ്പം അങ്ങോട്ട് റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. പക്ഷെ ആരും കഴിക്കാൻ എത്തിയിട്ടില്ല. ഇനി കഴിക്കുമ്പോ എടുക്കാല്ലേ. അതോടിച്ചോ എങ്ങനെയുണ്ട് ചോദിക്കും. മൈക്കുണ്ട്, ഇപ്പൊ മൈക്ക് വെച്ചിട്ടുണ്ട്. ഇല്ലേ ഇപ്പൊ വെച്ചിട്ടുണ്ട്. അപ്പോ എല്ലാരും ടേബിളിൽ വന്നിരിക്കാൻ കേട്ടാ. മന്തി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതാ. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് സമയമായിന്ന്. അപ്പൊ മൈക്ക് നേരം വൈകി 11 മണിയായി. മന്തി പെട്ടെന്ന് തീരുമാനിച്ചാണ് അതെ ഉണ്ടാക്കുന്ന വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാണ്. അതെ എല്ലാരും പ്ലേറ്റിലും ചോറ് കുറവ്. അത് കണ്ട എന്റെ പ്ലേറ്റിൽ മാത്രം മല പോലെ. ഇമ്മാർത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ അപ്പൊ അങ്ങനെ മയോണൈസ് ടർപ്പന അടിപൊളി അടിപൊളി. ഞാൻ കഴിക്കട്ടെ കേട്ടാ. മയോണൈസും ചേർത്തിട്ടേ കുറച്ച് ചോറ് ഇങ്ങനെ എന്താ ഇങ്ങനെ അടിപൊളിയായിട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് ചോറിന് മയോണൈസ് എടുത്തിട്ട് അതിലിങ്ങനെ ഒറ്റിച്ചിട്ട് കുറച്ചിങ്ങനെ ആദ്യം വെച്ചിട്ട് പീസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട് ഉപ്പും മസാലയും അടിപൊളിയായിട്ട്. ഇപ്പൊ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. എന്താ ആ പിന്നെ ഉമ്മ ഉമ്മയും സൂപ്പർ. അപ്പൊ ഉമ്മ വായോ നമുക്ക് വീഡിയോ നിർത്താം, ഭക്ഷണത്തിലോട്ട് കിടക്കാം. കാരണം ക്യാമറ പിടിക്കുന്ന ആള് കരഞ്ഞു തുടങ്ങി. ഇത് നമ്മളെ പഠിക്കുമ്പോഴേ മാറ്റത്തെ സാധനം ഇവിടെ ഉണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റാനുള്ള ഒരു ഇതുണ്ടല്ലോ അത്. അപ്പൊ ഉമ്മാനെ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ ഇപ്പൊ നിർത്താം. ഉമ്മാ വായോ വീഡിയോ നിർത്താം. വീഡിയോ നിർത്താം. അപ്പൊ ഉമ്മ പറയും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മക്കൊരു ലൈക്ക് കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ അല്ല ഇതൊക്കെ ഉണ്ടാക്കിയത്. കുറച്ച് സമയം കൊണ്ട് സബ്സ്ക്രൈബ് കുറച്ച് സമയം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതിൽ സമയം 11 മണിയായി.
അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. വരാം. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീണ്ടും വരാം. അല്ല മറന്നുപോയി. ഉമ്മ ടെൻഷനാണല്ലോ, ഉമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഉമ്മ കഴിക്കുന്നില്ല ഭക്ഷണം. ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബായ്. എല്ലാവരും ബായ്. അവിടെ ബൈ. ബായ്. കഴിച്ചിട്ടാവാം.